വേലുക്കുട്ടി ആശാൻ്റെ പിന്നെ ഒരു അവസാന കാലത്ത്, അതായത് ഒരു 40കളിൽ അദ്ദേഹം മരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള പ്രമേഹമൊക്കെ പിടിച്ച് കിടക്കുന്ന സമയത്ത് അദ്ദേഹം വാസവദത്തയുടെ, കരുണയിലെ വാസവദത്തയുടെ റോള് ചെയ്ത് ഭയങ്കര പോപ്പുലറായിരിക്കുന്ന കാലത്താണ് അദ്ദേഹം സുഖമില്ലാതെയാവുന്നത്. അപ്പം പിന്നെ ആ പെർഫോമൻസ് കണ്ട ഒരാൾക്ക് പോലും പകരം വേറൊരാളെ ആലോചിക്കാനേ പറ്റില്ല. ആ രീതിയിലുള്ള പെർഫോമൻസാണ് അദ്ദേഹത്തിൻ്റെത്. ഭയങ്കര സെൻഷ്യസ് ആയിട്ടുള്ള പെർഫോമൻസാണ്. പിന്നെ അതിനെക്കുറിച്ചിട്ട് സഭാസ്യം കുഞ്ഞുകുഞ്ഞു ഭാഗവതർ നാടകസ്മരണകളിൽ എഴുതിയിട്ടുണ്ട്, എങ്ങനെയാണ് അദ്ദേഹത്തിന് അത് പഠിപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് പഠിപ്പിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ അത് പഠിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നാണം വരുമായിരുന്നു എന്നാണ് സഭാസ്യം കുഞ്ഞുകുഞ്ഞു ഭാഗവതർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അദ്ദേഹം പെർഫോമൻസിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ സുഖമില്ലാതെ ആശുപത്രിയിൽ കിടക്കുന്ന കാലത്ത് പിന്നെ പണം ശേഖരിക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ പിന്നെ ചികിത്സാ ആവശ്യത്തിന് വേണ്ടി പണം ശേഖരിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി കരുണ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ അത് കരുണ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് അയാൾക്ക് അഭിനയിക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം അന്ന് നാടകരംഗത്തേക്ക് സ്ത്രീകൾ വന്നു തുടങ്ങിയ കാലമാണ്. അപ്പം പിന്നെ മാവേലിക്കര പൊന്നമ്മയോട് പിന്നെ വേലുക്കുട്ടി ആശാൻ ആശുപത്രിയിലേക്ക് വിളിപ്പിച്ചു മാവേലിക്കര പൊന്നമ്മയെ. എന്നിട്ട് വിളിച്ച് ചോദിച്ചു, നിനക്ക് ഇത് അഭിനയിക്കാൻ പറ്റുമോ, ഈ കഥാപാത്രത്തെ നിനക്ക് അഭിനയിക്കാൻ പറ്റുമോ? അപ്പം പിന്നെ മാവേലിക്കര പൊന്നമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ഞെട്ടിപ്പോയി. അത് പിന്നെ അഭിനയിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് പറയും, അതെങ്ങനെ ഞാൻ അഭിനയിക്കും? അത്രയും ഗംഭീരമായി നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ കഥാപാത്രത്തിന് എനിക്ക് ഒരിക്കലും പകരം വെക്കാൻ പറ്റില്ല. കാരണം അത്രയും സെൻഷ്യസ് ആവാൻ എനിക്ക് പറ്റില്ല. ഞാൻ സ്ത്രീയാണ്, പക്ഷെ നിങ്ങൾ സെൻഷ്യസ് ആയി അഭിനയിച്ചതുപോലെ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. ആ ചലനങ്ങൾ എനിക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പം പിന്നെ എന്ത് ചെയ്യും? ആഞ്ചലോസ് മാഷ് പഠിപ്പിച്ച് തന്ന ആ ചലനങ്ങളിലേക്ക് എനിക്ക് ഒരിക്കലും ചെല്ലാൻ പറ്റില്ല എന്നാണ് മാവേലിക്കര പൊന്നമ്മ പറഞ്ഞത്. അപ്പം ഇദ്ദേഹം പറഞ്ഞു, അല്ല അത് പറ്റില്ല, ഞാൻ നോക്കിയിട്ട് നിനക്ക് മാത്രമേ മലയാളത്തിൽ ഇപ്പം അത് ചെയ്യാൻ പറ്റുന്ന ഒരാളുള്ളൂ, അതുകൊണ്ട് നീ അത് ചെയ്യണം, ആ കഥാപാത്രത്തിന് ചെയ്യണം. അങ്ങനെ മാവേലിക്കര പൊന്നമ്മ പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ആദ്യം വേലുക്കുട്ടിയായി, പിന്നെ ഞാൻ വാസവദത്തയായി എന്നാണ്. എനിക്കത് കേൾക്കുമ്പോൾ എനിക്കിപ്പോഴും കുളിരും. കാരണം വെച്ചാൽ ആ ഒരു വാസവദത്ത ആവണമെങ്കിൽ ആദ്യം വേലുക്കുട്ടി ആയേ പറ്റൂ. മലയാളത്തിലെ നടികളുടെ ജീവിതം ആരംഭിക്കുന്നത് അതിൽ നിന്നാണ്. ഇത് നല്ല പോയിന്റാണ് എൻഡ് ചെയ്യാൻ വേണ്ടി. കാരണം ആ മെയിൽ ശരീരത്തിലൂടെ, ഒരു ആൺ ശരീരത്തിലൂടെ പുറത്തേക്ക് വന്ന സ്ത്രൈണതയാണ് മലയാളത്തിലെ നടികളുടെ ശരീരഭാഷയായി പിന്നീട് രൂപം കൊണ്ടത്. അത് തന്നെയാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു. സംശയങ്ങളിൽ